കഴിഞ്ഞ ശുശ്രൂഷ കേൾക്കാമോ? കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ഓണാക്കി ഒന്ന് പറയാമോ ഞാനില്ലായിരുന്നു എന്നുള്ളത്? എത്ര പേരുണ്ടെന്ന് ഏറെക്കുറെ ഒന്ന് അറിയാനായിട്ടാണ്. ഞാനില്ലായിരുന്നു. 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 ഒത്തിരി പേരുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുക. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമയം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട വചനം ശുശ്രൂഷ ചെയ്തായിരുന്നു. എങ്ങനെയാണ് പിശാച് നമ്മിലേക്ക് പ്രവേശിക്കുക, പിശാചിന്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, പിശാചിന് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് ഓർത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ബ്രദർ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി, ഇതൊരു പ്രബോധന ക്ലാസ്സാണ്. അതായത് ദൈവിക വെളിപ്പെടുത്തലുകളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ വചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ ദൈവിക രഹസ്യങ്ങളെയും ദൈവിക സത്യങ്ങളെയും കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. തിന്മയുടെ അടിമത്തത്തിൽ നമ്മൾ പുറത്തു കിടക്കുകയാണ് ചെയ്യുക. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയം നമുക്കൊരു വചനം എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മ്യൂട്ട് ഓണാക്കി ഒന്ന് പറയണം, സംസാരിക്കണം. എന്തിനാണെന്നറിയാമോ? ഇന്നും ക്ലാസ് എടുത്തോണ്ടിരിക്കും. ഹലോ, കേൾക്കാവോ? പ്രൈസ് ദി ലോർഡ്. ഓക്കെ. റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചോദിക്കണ്ട കേട്ടോ. അപ്പൊ അതെല്ലാം വരും. കേൾക്കാവോ? ഓക്കെ, കേൾക്കാം. ഓക്കെ. കഴിഞ്ഞ ദിവസം നമുക്ക് എടുത്തോണ്ടിരുന്ന ക്ലാസ്സിന്റെ ബാക്കിയായിട്ടാണ്, തുടർച്ചയായിട്ടാണ് പോകുക. ഇതിന്റെ ഒരു ആമുഖം പറയാനായിട്ടാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത, ഇപ്പൊ 2-3 പേര് പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ ഇല്ലായിരുന്നു എന്ന്. പിശാചിന് നമ്മളെ കൊണ്ട് നേരിട്ട് പാപം ചെയ്യിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. വരാത്ത ആളുകൾ 1-2 പേര് ഒന്ന് പറയാമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പിശാചിന് നമ്മളെ കൊണ്ട് നേരിട്ട് പാപം ചെയ്യിക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം വരാത്തവരുണ്ടെങ്കിൽ മ്യൂട്ട് ഓൺ ആക്കി ഒന്ന് പറഞ്ഞാൽ മതി. വേഗം വേണേ, നമ്മുടെ സമയം പെട്ടെന്ന് തീരും. സാധിക്കും. ഉറക്കെ പറയാമോ? സാധിക്കും. നമുക്കൊരു വചനം എടുക്കാം. വചനം ഒന്ന് ഉറക്കെ വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പാപം ചെയ്യുന്നവൻ പിശാചെന്നുള്ളവനാണ്, എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. വീണ്ടും അതിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ശരിക്കും ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പാപം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആരിൽ നിന്ന് ജനിക്കത്തില്ല, ദൈവത്തിൽ നിന്ന് ജനിക്കുകയില്ല. കാരണം എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും പാപം ചെയ്യുകയില്ല. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എങ്ങനെയാണ് പിന്നെ പിശാച് പാപം ചെയ്യിക്കുക? പാപം ചെയ്യിക്കുന്നത് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. പിശാച് ആദ്യം പാപമല്ല ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുക. പാപം എന്ന് വിളിക്കാത്ത, കുമ്പസാരക്കൂട്ടിൽ പോലും പറയാൻ പറ്റാത്ത ഒരു വിഷയം നമ്മളെ കൊണ്ട് നടത്തിക്കും. അതിന്റെ പേരാണ് ആന്തരിക മുറിവ്. ഞാനൊരു ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വേഗം ഒന്ന് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദത്തിനെയും ഹവ്വായെയും പിശാച് പാപം ചെയ്യിച്ചു എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ പിശാച് ആദ്യം പാപമല്ല ഹവ്വയെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഹവ്വായിട്ട് വന്നിട്ട് പറഞ്ഞു, ഹവ്വ, നീ ഈ പഴം കഴിച്ചാൽ ആരെ പോലെയാകുമെന്നാ പറഞ്ഞേ? ദൈവത്തെ പോലെയാകുമെന്ന്, അല്ലെ? അപ്പൊ ദൈവത്തെ പോലെയാകും എന്ന് ഹവ്വായോട് പറയണമെങ്കിൽ ശരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് ഹവ്വായുടെ ഉള്ളിലോട്ട് പിശാച് കുത്തിവെച്ച ആന്തരിക മുറിവ് എന്താണ്? ശരിക്കും നീ ആരെ പോലെ അല്ല, നീ ദൈവത്തെ പോലെ അല്ല. പക്ഷേ നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ദൈവത്തെ പോലെ ആക്കി തരാനുള്ള മാർഗം പറഞ്ഞു തരാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2-3 ആന്തരിക മുറിവ് ഉണ്ടാകുകയാണ്. 1 സംശയം, 2 ഭയം, 3 നിരാശ. 3 മേഖലകൾ ഉണ്ടാവുന്നത്. 1 സംശയം, ഞാൻ ദൈവത്തെ പോലെ അല്ലേ? ഇത് ഒരു ആന്തരിക മുറിവിന്റെ സംശയം, ആന്തരിക മുറിവിന്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമത്തത് നിരാശ, ഇനി എനിക്ക് എന്താ ഒരു മാർഗം. 3-ാമത്തത് ഭയം. ഭയം വീണ്ടും അതിന്റെ ഏറ്റവും കൂടിയ അവസ്ഥയിലേക്ക് പോകുന്ന എപ്പോഴാണ്? തന്റെ ഭർത്താവിന് കൊടുത്തതിന് ശേഷം ദൈവം വിളിക്കുമ്പോഴാണ് ഈ ആന്തരിക മുറിവ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉണ്ടായത് സംശയവും നിരാശയുമാണ്. ഈ സംശയത്തിൽ നിരാശയിൽ നിന്നാണ് തുടർന്ന് എന്തിലോട്ട് പോയത്? ആ പഴം കഴിക്കാനായിട്ട് പോയത്. അപ്പൊ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ പിശാച് ഹവ്വായെ നേരിട്ട് പാപം ചെയ്യുകയല്ല ചെയ്തത്, പിന്നെയോ ആന്തരിക മുറിവ് ഉണ്ടാക്കി.
അതുകൊണ്ടാണ് പൗലോസ് ലീഹ പറയുന്നത്, റോമാലേഖന 7-ാം അധ്യായത്തിൽ പറയാണ്, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഇതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പിശാജ് നേരിട്ട് ഒരു വ്യക്തിയെ പാപം ചെയ്യിക്കുകയല്ല, ആന്തരിക മുറിവ് ജനിപ്പിക്കും. ഈ ആന്തരിക മുറിവ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? പാപം വളരാനുള്ള ഏറ്റവും നല്ല വിളഭൂമിയാണ് ആന്തരിക മുറിവ്. ആന്തരിക മുറിവുള്ള ഒരു മനുഷ്യനെ പിശാചിനെ ഏത് വിധേന ഉപയോഗിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ISS തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ, അല്ലെ? ലോകമെമ്പാടും വളരെ ഭീതിയോടെ നോക്കിക്കണ്ട ഒരു സമൂഹമാണ്. അത് ലോക രാജ്യങ്ങളെ മുഴുവൻ നെടുങ്ങിയിട്ടുണ്ട് അവരുടെ പ്രവൃത്തികൾ കണ്ടിട്ട്. ഈ ISS തീവ്രവാദികള് അവരൊരു വലിയ വെപ്പൺ, അവര് ലോകം ഇന്ന് വരെ കാണാത്ത, അല്ലെങ്കിൽ ഓരോ ഓരോ വെപ്പൺ യുണീക്ക് ആയിട്ടിരിക്കുന്ന, സമാനതകളില്ലാത്ത യുണീക്ക് ആയിരിക്കുന്ന ഒരു വെപ്പൺ ISIS എല്ലാ കാലം ഇപ്പോഴും അവരുടെ സംഘടനകളിൽ ഈ പ്രവൃത്തി നടക്കുന്നുണ്ട്. ഒരു വെപ്പൺ ഉണ്ടാക്കുന്നുണ്ട്. ആ വെപ്പൺ എന്ന് പറഞ്ഞാൽ അത് അതിമാരകമേറിയ പ്രഹരശേഷിയാണ്. ഏറ്റവും നന്നായി പറയുകയാണെങ്കിൽ ആറ്റം ബോംബിനേക്കാൾ പ്രഹരശേഷിയുള്ള ഒരു വെപ്പൺ ISS തീവ്രവാദികൾ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? അത് ഉണ്ടാക്കാൻ വേണ്ട സമയം എത്രയാണെന്ന് അറിയാമോ? 9 മാസവും 10 ദിവസവും. 9 മാസവും 10 ദിവസവും എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്ന അനേകം അനേകം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്തിനാണ് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത്? ക്രൂരമായി അതിമാരകമായി മുറിപ്പെടുത്തി ക്രൂരമായി പീഡിപ്പിച്ച ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ജനനത്തിലെ തന്നെ എന്തുള്ള കുട്ടിയായിട്ട് മാറും? ഗൗരവമേറിയ മാരകമായ ആന്തരിക മുറിവുള്ള കുഞ്ഞായിട്ടേ അത് ജനിക്കൂ. അങ്ങനെ ആന്തരിക മുറിവുള്ള ഒരു കുഞ്ഞ് 10 വയസ്സ് തികയുമ്പോഴത്തേക്കും അവന്റെ കയ്യിലേക്ക് ഒരു കത്തി എടുത്തു കൊടുത്ത് അവൻ ഈസിയായി ആരെയും കൊല്ലാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പിശാജ് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുക. അതുകൊണ്ട് നമ്മളിൽ ആന്തരിക മുറിവ്, നമ്മൾ ഈ ചില പാപങ്ങൾ കുമ്പസാരിച്ചിട്ട് മാറാതെ പോകുന്നില്ലേ? ചില പാപങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നില്ലേ? ചില തെറിവാക്കുകൾ നമ്മൾ ആവർത്തിക്കുന്നില്ലേ? ചില കുറ്റം പറച്ചിലുകൾ ആവർത്തിക്കുന്നില്ലേ? ചില അശുദ്ധികൾ ആവർത്തിക്കുന്നില്ലേ? ഇതിന്റെ എല്ലാം പുറകിൽ ഒരു റൂട്ട് കോസ് ഉണ്ട്. ഒരു കാരണമില്ലാതെ ഒരു പാപവും ഉണ്ടാകില്ല. ഇത് സത്യമാണ് കേട്ടോ. ഒരു പാപം നമ്മളിൽ രൂപപ്പെടണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തിൽ അങ്ങോളം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയും വിദേശത്തും ദുബായിലും ഷാർജയിലും ഒക്കെ വന്ന് ധ്യാനിപ്പിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ എല്ലാം ഒരുപാട് കൗൺസിലിങ്ങിലൂടെയും വചന ശുശ്രൂഷയിലൂടെയും കടന്നു പോകുമ്പോൾ ഞാൻ വിവിധ തരത്തിലുള്ള ആന്തരിക മുറിവാണ് പല മനുഷ്യരിലും കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഈ ആന്തരിക മുറിവ് കൃത്യമായി ഈ റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്ന് പറയും. റൂട്ട് കോസ്, ഒരു പാപത്തിന്റെ റൂട്ട് കോസ്. ഒരു മദ്യപാനി ആവണമെങ്കിൽ അതിനൊരു ആന്തരിക മുറിവ് വേണം. ഒരു വ്യഭിചാരിണി ആവണമെങ്കിൽ അതിന്റെ പുറകിൽ ആന്തരിക മുറിവ് വേണം. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിക്ക് ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾ അടിമത്തം ഉണ്ടാവണമെങ്കിൽ അതിന്റെ പുറകിൽ എന്തുണ്ടാവണം? ഒരു ആന്തരിക മുറിവ് ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് ഈ ആന്തരിക മുറിവിനെ കണ്ടെത്താൻ ഒരു ശുശ്രൂഷകന് സാധിച്ചാൽ അത് ആ ശുശ്രൂഷകനെ കർത്താവ് ഉപയോഗിക്കുന്നു. ഇനി അത് നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിച്ചാലോ? അതിനുവേണ്ടിയ വചന പ്രഘോഷണ ശുശ്രൂഷ നമുക്ക് വെച്ചിരിക്കും. നമുക്ക് നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യാം. ആരെങ്കിലും മ്യൂട്ട് ഓണാക്കി നമുക്കൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പറയാമോ? ഹല്ലേലൂയ. മ്യൂട്ട് ഓണാക്കി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞിട്ട് ഓഫാക്കിക്കോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കെ, നമുക്കൊരു വചനം കൂടെ എടുക്കാം. വചനം എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് വെറുപ്പിനെ കുറിച്ചായിരുന്നു. ഈ ആന്തരിക മുറിവിനെ പൊതുഘടനയെ കുറിച്ച് മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ. ആന്തരിക മുറിവിനെ പ്രധാനമായി 4 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് കടുത്ത വെറുപ്പ്, രണ്ടാമത്തത് നിരാശ, മൂന്നാമത്തത് സംശയം, നാലാമത്തത് ഭയം. അപ്പൊ 4 തരത്തിലാണ് ആന്തരിക മുറിവ് പ്രകടമായിട്ടുള്ളത്. ഒന്ന് കടുത്ത വെറുപ്പ്, 2 നിരാശ, മൂന്നാമത്തത് ഭയം, നാലാമത്തത് സംശയം. അപ്പോ ഈ പോയിന്റുകൾ നിങ്ങൾക്ക് കൃത്യമായി എഴുതാം. നമ്മൾ ഇതിനെക്കുറിച്ച് ആധികാരികമായി ചിന്തിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ ധ്യാനത്തിന് ഈ ക്ലാസ് എടുത്തിട്ട് പോകുന്നതാണ്. എനിക്ക് തോന്നുന്നു 4-5 മണിക്കൂർ ആളുകളെ നന്നായി തന്നെ അവർ രൂപാന്തരപ്പെട്ടു. കുമ്പസാരം കഴിഞ്ഞിട്ട് അവർക്ക് വന്നപ്പോൾ ശരിക്കും അവരുടെ പ്രശ്നം പിടികിട്ടി. ഒരു മനുഷ്യൻ പോലും ആ ക്ലാസ്സിന്റെ സമയത്ത് ഒരു വെള്ളം കുടിക്കാൻ പോലും ഇറങ്ങിപ്പോയില്ല. അതിനുശേഷം 2-3 കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് 1-2 കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, അവളുടെ ലൈഫിലുണ്ടായ കുറെ ട്രോമകൾ, കുറെ ട്രാജഡികൾ, അത് അവളെ എത്തിച്ചത് പല തെറ്റായ ബന്ധങ്ങളിലോ എത്തിയത്. അവൾ പറഞ്ഞു, ബ്രദറെ, എനിക്ക് മനസ്സിലായി എന്റെ പ്രശ്നം എവിടെ കിടക്കണേന്ന്. ഞാൻ അത് ഇനി ട്രീറ്റ് ചെയ്യും, ഞാൻ അതിനെ ട്രീറ്റ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു കാര്യത്തെക്കുറിച്ച് ശരിയായ ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടി തിരിച്ചറിവുണ്ടായി. സത്യം നമ്മൾ അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ചേർന്ന് പറയാമോ ഹല്ലേലൂയ? പ്രിയപ്പെട്ടവരെ, കടുത്ത വെറുപ്പിനെ 4 രീതിയിൽ നമ്മൾ തരംതിരിക്കാൻ പോവുകയാണ്. വെറുപ്പിനെ തന്നെ പല രീതിയിലുള്ള വെറുപ്പുണ്ട്. ഒന്നാമത്തതാണ് എല്ലാവരോടും ദേഷ്യം.
എല്ലാവരോടും ദേഷ്യം. നമുക്ക് ചില ആളുകളോട് നമുക്ക് സംസാരിക്കാൻ പറയാം, അവര് ചുമ്മാ സംസാരിക്കുന്നവരോട് പോലും പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിച്ചു കളയും. നമുക്ക് റോഡിൽ നിന്ന് ചിലപ്പോൾ ഒരു വഴി ചോദിച്ചു പോകുന്ന ആളായിരിക്കാം, പക്ഷെ ചേട്ടാ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. ദേഷ്യത്തോടെ അത് സംസാരിക്കത്തുള്ളൂ. നമ്മൾ ചോദിക്കും, ഇയാളെ നമ്മൾ മുന്നേ ഒന്നും കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇയാൾ ഇങ്ങനെ നമ്മളോട് ദേഷ്യപ്പെടുന്നത്, എന്തിനാ ദേഷ്യപ്പെടുന്നത്? നമ്മുടെ ചില നാട്ടിൽ പോലും ഇല്ലേ ചില ആൾക്കാർ, ഇത് അങ്ങേരോട് മിണ്ടട്ടാട്ടോ, അങ്ങേരോട് അധികം സംസാരിക്കാൻ പോകണ്ട, കാരണം അങ്ങയുടെ വായിൽ നിന്ന് എന്നാ വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ചില സ്ത്രീകളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയും, ഓ ആ സ്ത്രീ ഒരു മുരട് സ്ത്രീയാന്നേ, അവരുടെ വായിൽ നിന്ന് വീഴുന്ന എന്നാന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ ഈ ഒരു തിരിച്ചറിവിലേക്ക് വന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവണമെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത്? ആന്തരിക മുറിവുള്ളതുകൊണ്ടാ, അല്ലെ? അപ്പൊ ആന്തരിക മുറിവുള്ളവർക്ക് ചില പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടാവും, ചില വൈകൃതങ്ങൾ ഉണ്ടാവും. ഇനി അവരെ കാണുമ്പോൾ നമ്മൾ അയ്യേന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ രൂക്ഷമായിട്ടോ ആണോ നമ്മൾ നോക്കേണ്ടത്, കാണേണ്ടത്? അല്ല. നമുക്ക് അവരെ ഒരു പുതിയ പേര് വിളിക്കാം, പാവം. എന്താണ്? പാവം. ഒരിക്കലും ഞാൻ ഭരണങ്ങാനത്ത് ഒരു 12,000-ഓളം കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടി ധ്യാനം ചെയ്യാനായിട്ട് പോയപ്പം അവിടുത്തെ ഒരു ധ്യാനം കഴിഞ്ഞ് രണ്ടാമത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് വീണ്ടും ധ്യാനത്തിൽ വിളിച്ചപ്പോൾ അവിടുത്തെ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് ഓടി വന്നിട്ട് പറയുവാണ്, ബ്രദറെ പ്രൈസ് തലോ. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രൈസ് തലോ, എന്നെ മന വിശേഷം. പറഞ്ഞു, ബ്രദറെ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പൊ അവള് പറയാണ്, ബ്രദറെ ഞങ്ങളുടെ വീട്ടിൽ എന്നും പ്രശ്നമായിരുന്നു. ഞങ്ങളുടെ പപ്പ എന്നും വീട്ടിൽ വരും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മമ്മിയായിട്ട് വഴക്കിടും, ഞങ്ങളുമായിട്ട് വഴക്കിടും, അങ്ങനെ എന്നും സങ്കടമായിരുന്നു ബ്രദറെ. അപ്പോ ബ്രദർ അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ, പപ്പായ്ക്ക് വീട്ടിൽ ആരാണോ ബഹളം ഉണ്ടാക്കുന്നത് അത് ആന്തരിക മുറിവിൻ ഉള്ളത് കൊണ്ടാണെന്ന്. അന്നേരം ബ്രദർ പറഞ്ഞില്ലായിരുന്നോ, അങ്ങനെയുള്ളവരെ നമ്മൾ നോക്കിയിട്ട് പാവം എന്തോ ആന്തരിക മുറിവാ എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പപ്പേനെ വിളിക്കുന്നത് പാവം എന്നാ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, എത്ര മനോഹരമായിട്ടാണ് ഒരാളോടുള്ള വെറുപ്പ് നീങ്ങിപ്പോയെന്ന് നോക്കിക്കേ, എത്ര പെട്ടെന്ന് അവർക്ക് ക്ഷമിക്കാൻ പറ്റിയെന്ന് നോക്കി അപ്പനോട്. അപ്പോ ആന്തരിക മുറിവുള്ള ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ കാണണം? ഒരു സൗഖ്യം കിട്ടാത്ത ഒരു രോഗിയെ പോലെ പാവം തോന്നണം, നമുക്ക് അനുകമ്പ തോന്നണം അവരോട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തേതാണ് പക പോക്കുന്ന സ്വഭാവം. എങ്ങനെയാണ് പക പോക്കുക? ചില ആളുകളുണ്ട്, അവർക്ക് പുറമെ അവര് വളരെ ചിരിച്ച് നന്നായിട്ടൊക്കെ നിൽക്കും, പക്ഷേ ഞാൻ വേഗം കടന്നു പോവാണേ, പെട്ടെന്ന് പറഞ്ഞു പോവാണേ. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോയിന്റുകൾ എന്തെങ്കിലും നമ്മൾ വളരെ ചുരുക്കി ക്യാപ്സ്യൂൾ ചെയ്ത് പറയും. പക പോക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ പുറമെ വളരെ ചിരിച്ചു മാന്യമായിട്ട് കാണിക്കും, പക്ഷേ അവരുടെ ഉള്ളിൽ മുറിവേറ്റ് കഴിഞ്ഞാൽ ആ മുറിവ് അവർ ഉണക്കുകയല്ല. ആ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ വേദന എടുത്ത് ഹൃദയത്തിന്റെ ആഴത്തിൽ അവര് എന്താ പറയുക, അവര് മൂടി വെക്കും. എന്നിട്ട് അത് മുളച്ച് പൊന്തി വരും. പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ അത് ഫലം ചൂടാൻ തുടങ്ങും. ആരാണോ അവരെ വേദനിപ്പിച്ചത് അത് വർഷങ്ങൾ കഴിഞ്ഞാലും അത് മറക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, നിരുപാധികം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാ. മറക്കാൻ പറ്റുമോ നമുക്ക്? മറക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത്, ഈ കാട്ടിക്കൂട്ടുന്നത് എല്ലാം വെറുതെയാണ്. നമുക്ക് ഒരാളോട് നിരുപാധികം അൺകണ്ടീഷണലായി നമുക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞതും കാട്ടിക്കൂട്ടുന്നതും എല്ലാം വെറുതെയാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈശോ നമ്മുടെ പാപം മറക്കണോ അതോ ക്ഷമിക്കണോ? ഈശോ നമ്മുടെ പാപം മറക്കണോ ക്ഷമിക്കണോ? ശ്രദ്ധിച്ചിട്ട് വേണം മനസ്സിൽ ആൻസർ പറയാൻ. ക്ഷമിക്കണം എന്നാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ ഒരു 10-15 പ്രാവശ്യം ഒരേ തെറ്റ് ആവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈശോ നമ്മളോട് പറയും, ഒരു 10-15 തവണയായി നീ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ഞാൻ നിന്നോട് ഇത് ക്ഷമിക്കില്ല. ഇങ്ങനെ ഈശോ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ നമ്മൾ ഈശോയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, എന്റെ ഈശോയെ, നീ ആ പഴയതൊക്കെ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുകയാണ്, അത് നീ മറന്നില്ലേ? അല്ലെ? അപ്പൊ മറക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ക്ഷമിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പരിപൂർണമായി മറക്കണം. അങ്ങനെ മറക്കാൻ പറ്റിയ മാത്രമേ നമുക്ക് ആ മേഖലയ്ക്ക് വിടുതൽ കിട്ടി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തതാണ് മിണ്ടാതിരിക്കുന്ന സ്വഭാവം. പല ആൾക്കാരുടെയും ചില വെറുപ്പിന്റെ മേഖലയാണ്, ആരോടും മിണ്ടത്തില്ല. അതായത് എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് വിട്ടാൽ മതി, എനിക്ക് അവരോട് മിണ്ടാൻ പറ്റത്തില്ല. വർഷങ്ങളോളമായിട്ട് സഹോദരങ്ങളുടെ വീട്ടിൽ പോലും കയറ്റവർക്കം ഇല്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഈ ആന്തരിക മുറിവാണ്, ഇത് എപ്പോഴോ കിട്ടിയ ആന്തരിക മുറിവാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്നാണ് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. ആദ്യം ദേഷ്യപ്പെടുന്നത് എല്ലാവരോടും ദേഷ്യപ്പെടും, പക്ഷെ പൊട്ടിത്തെറിക്കുന്നത് എല്ലാവരോടും അല്ല. അതിനൊരു ഇച്ചിരി വ്യത്യാസമുള്ളത് എന്നാന്ന് വെച്ചാൽ, വീട്ടിൽ മാത്രമേ ദേഷ്യവും ബഹളവും എല്ലാം ഉള്ളൂ, പുറത്ത് നാട്ടുകാർക്കെല്ലാം വളരെ സ്നേഹമാണ്. അങ്ങനെയുള്ള വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തിക്കണം. അത് നിങ്ങളുടെ വീട്ടിലൊരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തി നിങ്ങളാണെങ്കിൽ തിരിച്ചറിഞ്ഞു, നിങ്ങൾ പോലും അറിയാത്ത ഒരു ആന്തരിക മുറിവ് നിങ്ങളെ ഭരണം ചെയ്യുന്നുണ്ട്. അതിന്റെ പുറകിൽ ഒരു പാപവും ജനിച്ചിട്ടുണ്ട്. ഉറപ്പാ. ആന്തരിക മുറിവുണ്ടോ അവന് പാപമുണ്ട്, ആന്തരിക മുറിവ് ഇല്ലേ അവന് പാപമില്ല.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വെറുപ്പിന്റെ മേഖലയാണ് എല്ലാത്തിനെയും വിമർശിക്കും. ചില ആളുകളുണ്ട്, അൽഫോൺസാമ നേരിട്ട് കയറി വന്നാലും നമ്മളല്ല അൽഫോൺസാമയ്ക്ക് ഈശോമിശിഹായും സ്തുതിയൊക്കെ കൊടുത്ത് നമ്മൾ അൽഫോൺസാമനെ ചേർത്ത് പിടിക്കും അല്ലെ. ചില ആൾക്കാരുണ്ട്, അൽഫോൺസാമ കയറി വന്നാലും അൽഫോൺസാമനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കും, നോക്കിയിട്ട് പറയും കാര്യമൊക്കെ അൽഫോൺസാമയ്ക്കാണ്, പക്ഷെ ആ ഉടുപ്പിന്റെ തുമ്പത്ത് ശകലം ചെളി ഇരിപ്പുണ്ടല്ലോ. പ്രൈസല്ലോ, നോക്കിക്കേ, ഇവർക്ക് കുറ്റം പറയേണ്ടി വരും. കാരണം വെച്ചാൽ അവർക്ക് അങ്ങനെയേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ കുറ്റം പറയുന്നവരെ കാണുമ്പോൾ നമ്മൾ ഇനി എന്നാ പറഞ്ഞോണം? രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മളത് കണ്ടാല് പാവം, എന്തോ ആന്തരിക മുറിവാ. ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ മേഖലയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കടുത്ത വെറുപ്പിന്റെ 4 മേഖല കണ്ടു. അടുത്തതാണ് നിരാശ. നിരാശ ഒന്നാമത്തതിന്റെ കീഴിൽ തന്നെ 4 പോയിന്റ്. രണ്ടാമത്തത് നിരാശ. നിരാശ ആന്തരിക മുറിവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. വളരെ അപകടം പിടിച്ച ഒരു മേഖലയാണ് നിരാശ എന്ന് പറഞ്ഞാല്. നമ്മൾ വെറുതെ മനസ്സിലാക്കുകയല്ല, ഇത് ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ, എല്ലാ അടിസ്ഥാന തിന്മകളുടെയും പ്രധാനപ്പെട്ട ഘടകം ഈ ആന്തരിക മുറിവും അതിന്റെ മേലുള്ള പിശാചിന്റെ അധികാരമാണ്. പലപ്പോഴും നമ്മൾ ഈ ആന്തരിക മുറിവിന് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ ചില മുറിവുകൾ കാണാൻ പാടില്ലേ, അത് ആഴത്തിൽ മുറിവുണ്ടെങ്കിൽ പുറമേ വന്നൊരു പൊറ്റം പോലെ വന്നിരിക്കും, ഒരു കറുത്ത സാധനം വന്ന് അതിനെ അങ്ങ് മൂടിക്കളയും. പുറമേ നോക്കുമ്പോൾ എന്താണ്, യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അവിടെ പോയി ഒന്ന് തൊട്ട് നോക്കണം വിവരം അറിയണമെങ്കിൽ. അപ്പൊ ചില മുറിവുകൾ ആരും കാണാതെ നമ്മൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതേ ചെന്ന് ചിലപ്പോൾ തൊടുന്നത് അമ്മായിമ്മയായിരിക്കും, ചിലപ്പോ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ മക്കളായിരിക്കും ചെന്ന് ചോടുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരനായിരിക്കും. ഇനി ഒന്നും വേണ്ടെന്നേ, നമ്മളൊരു ബസ്സിൽ കയറി പോകുമ്പോഴായിരിക്കും നമ്മുടെ ആന്തരിക മുറിവ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ആത്മീയമായി വളർന്നു എന്നറിയണമെങ്കിൽ ആന്തരിക സൗഖ്യമുള്ള വ്യക്തിയാണോ എന്നാണ് നോക്കേണ്ടത്. പാപമില്ലാത്ത വ്യക്തിയാണോ എന്നല്ല, ആന്തരിക സൗഖ്യമുള്ള വ്യക്തിയാണോ നോക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തെ നിരാശയുടെ ലക്ഷണങ്ങളെ കുറിച്ച് പറയാണ്. ആദ്യത്തെ സോറി, ഞാൻ ആദ്യത്തെ ഒന്ന് ക്ലിയർ ആക്കി പറയാം. ഒരു വചനം നിങ്ങളൊന്ന് എഴുതിക്കോ, നമുക്ക് വചനം വായിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. 1 യോഹന്നാൻ 1:8 വെറുപ്പിന്റെ മേഖലയാണ്. 1 യോഹന്നാൻ 1:8-18, 1 യോഹന്നാൻ 3:8, സങ്കീർത്തനം 51:1. ഇനി സങ്കീർത്തനം 51:1 എന്തിനാണ് പറഞ്ഞതെന്ന് പറയാട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണേ. അതായത് ഈ ആന്തരിക മുറിവ് എവിടെ നഷ്ട 4 രീതിയിൽ ആന്തരിക മുറിവ്, 3 രീതിയിൽ ആന്തരിക മുറിവ് വരിക, 3 രീതിയിൽ ശ്രദ്ധിച്ചു കേട്ടോണം. എങ്ങനെയൊക്കെയാണ് ആന്തരിക മുറിവ് വരുന്നത്? ഒന്നാമത്തത് ബൈ ബർത്ത്, ബൈ DNA. മാതാപിതാക്കൾക്ക് കടുത്ത വെറുപ്പും വിദ്വേഷവും ഉള്ളവരാണെങ്കിൽ അവരുടെ മക്കളിലേക്ക് ഈ വെറുപ്പിന്റെ അരൂപി ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് വ്യാപിക്കാൻ തുടങ്ങും. ഇനി മാതാപിതാക്കൾ ഉൾഭയമുള്ളവരാണെങ്കിൽ മക്കളിലേക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്. ഇനി എപ്പോഴും നിരാശപ്പെട്ട് ജീവിക്കുന്ന അപ്പനും അമ്മയാണെങ്കിൽ അവരുടെ മക്കള് പതിയെ ആ ഒരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇത് ബൈ DNA വഴി വരുന്നതാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ ആരാണ്? പാപിയാണ് അല്ലെ. അപ്പൊ പാപം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ആന്തരിക മുറിവുണ്ട്. ദാവീദിലുള്ള ആന്തരിക മുറിവ് എന്തിന്റെ കാരണമാണ്? അവൻ അംഗീകാരവും സ്നേഹവും കിട്ടാത്ത ഒരു വ്യക്തിയാണ്. ആണോ അല്ലയോ? ദാവീദിന്റെ ആന്തരിക മുറിവ് എന്നാണെന്നറിയാമോ? അവന്റെ ബാക്കി സഹോദരങ്ങളെക്കാളൊക്കെ പിന്നെ ദാവീദിനെ എല്ലാവരും കൂടി തഴഞ്ഞിട്ടു അല്ലെ. അപ്പൊ ദാവീദിനെ അപ്പൊ ബാക്കി എല്ലാവരും യോഗ്യന്മാരെയൊക്കെ കൊണ്ടു നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവായി ആരോഹണം ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രവാചകൻ വന്ന് നോക്കി കഴിഞ്ഞ് പറഞ്ഞു ഇവരാരും അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ പിതാവ് പറയാണ്, ഇനിയൊരു കാലികളെ നോക്കുന്ന, ആടിനെ നോക്കുന്ന ഒരു ചെറുക്കനുണ്ട്, അവനും കൂടെ ഉള്ളൂ, അവനെയും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ നോക്കിക്കേ, അവന് വീട്ടിൽ തന്നെ ചില പക്ഷപാതങ്ങളും വല്ല വിവേചനങ്ങളും ഒക്കെ അനുഭവിച്ചു, അവന്റെ ഉള്ളിൽ വേദന ഉണ്ടായിരുന്നു. ഇത് നിരാശ എന്നാ പറയുന്നത്. നിരാശ എന്ന പാപം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുകയാണ്, നിരാശയെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ബൈ DNA വരാം. രണ്ടാമത്തത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ആന്തരിക മുറിവ്, ഏതെങ്കിലുമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിലോ നിമിഷങ്ങളിലോ ഒക്കെ ആന്തരിക മുറിവ് ഉണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് ആന്തരിക മുറിവ് ഉണ്ടാകുന്ന മറ്റൊരു മേഖലയാണ് നമ്മൾ പോലും അറിയാത്ത ചില ഇൻസിഡന്റുകൾ, ചില അപകടങ്ങള്, അല്ലെങ്കിൽ ചില ആക്സിഡന്റുകളൊക്കെ നേരിൽ കണ്ടത്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നു ചേരുന്ന പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ. അപ്പോ ഇനി മറ്റൊരു മേഖല കൂടെ പറയുവാണ്, ഇത് ഏത് പ്രായത്തിലാണ് ഇതൊക്കെ വരുന്നു തുടങ്ങുക? സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ അത് 7 വയസ്സ് മുതൽ ഒരു 13 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആന്തരിക മുറിവ് ഉണ്ടാകുക. നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ആദ്യത്തെ കുട്ടിയുണ്ടായി, രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ ആദ്യത്തെ കുഞ്ഞിന് ആന്തരിക മുറിവ് സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചും കൂടെ വലുതായിരിക്കുമ്പോൾ ഒരു 3-4 പിള്ളേരുണ്ടെങ്കിൽ ഇളയത് കുട്ടികൾ ഉണ്ടാവും തോറും മൂത്ത ആളുകൾക്ക് ആന്തരിക മുറിവ് കൂടാൻ തുടങ്ങും. ഈ മിനിങ്ങാന്ന് ഒരു പയ്യനെ അദ്ദേഹത്തിന്റെ അപ്പൻ എന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ കൊണ്ടുവന്ന ഇതാണ്, അവൻ വീട്ടിലെ സ്വന്തം പെങ്ങളോട് മോശമായിട്ട് പെരുമാറുകയാണ്.
അപ്പോൾ സ്വന്തം പെങ്ങളോട് മോശമായിട്ട് പെരുമാറാനുണ്ടായ വേദന ഉണ്ടായി. അപ്പം പറഞ്ഞു, ബ്രദർ എന്താ ഇവൻ ഇങ്ങനെ തുടങ്ങണേന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇവനെ എടുത്തിരുന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ പറയാണ്, ബാക്കി മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനോട് ഒരു തിരസ്കരണം ഉണ്ടായ പോലെ തോന്നി. ഈ സമയത്ത് അവനെ അവന്റെ വീടിന്റെ അടുത്തുള്ള ഒരു 7 വയസ്സ് 8 വയസ്സ് പ്രായമുള്ള സമയത്ത് വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി സ്നേഹിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ ചേച്ചി ആ കൊച്ചിനെ ദുരുപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ദുരുപയോഗിക്കപ്പെട്ടപ്പോൾ അവന് കിട്ടിയ ഒരു പരിഗണനയുണ്ടല്ലോ, ഒരു സ്നേഹം, ഒരു കരുതല്. ആ കരുതലാണ് ശരിയായ കരുതലെന്ന് ആ കുഞ്ഞ് വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കുറച്ചു നാളുകളോടെ കുറെ കാലം ആ ബന്ധം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ഒരു ദിവസം ആ ചേച്ചി വിദേശ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവനത് കിട്ടാതായി. പിന്നെ ഇതിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായി. പ്രിയപ്പെട്ടവരെ, ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടാത്ത, ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടാത്ത, അംഗീകാരം കിട്ടാത്ത, അപ്പനും അമ്മയും ചേർത്ത് പിടിക്കാത്ത മക്കള് ചില പാപ വഴിയിലേക്ക് പോകുന്നതിന്റെ കാരണം പ്രിയപ്പെട്ടവരെ ഇതാണ്. നമ്മൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് ചേർത്ത് പിടിച്ച് അവർക്കൊരു ഒരു ഉമ്മ കൊടുത്തു നോക്കിക്കേ. നമ്മളൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മുടെ മക്കളെ കെട്ടിപ്പിടിക്കണം കേട്ടോ. നമ്മൾ ഓർക്കരുത്, ഇത് ചെറിയ കാര്യമാണ്, ഒരു വലിയ കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുക, സ്നേഹത്തോടെ അവരുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നതൊക്കെ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു മേഖലയാണ്. അപ്പം നമ്മൾ ഇനി അടുത്തത് ഇത് എന്തെല്ലാം മേഖലകളിലൂടെയാണ് വരുന്നതെന്ന് ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മളൊന്ന് പറയുകയാണെ. ഒന്നാമത്തത് പാരമ്പര്യം വഴി. രണ്ടാമത്തത്, അതായത് കടുത്ത വെറുപ്പ് വരുന്ന മേഖലയാണ് ഞാൻ പറയുന്നത്, പരിഗണന കുറവ്. മൂന്നാമത്തത് സ്നേഹം കിട്ടാത്ത അവസ്ഥ. പരിഗണന വേണം. രണ്ടാമത്തത് സ്നേഹം കിട്ടാത്ത അവസ്ഥയിൽ നിന്നും കടുത്ത വെറുപ്പിലേക്കും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവത്തിലേക്കും മിണ്ടാതിരിക്കുന്നതിലേക്കും ഒക്കെ പോവാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. നാലാമത്തത് അംഗീകാരം കിട്ടാത്ത അവസ്ഥ. ഇപ്പൊ നമ്മുടെ കുഞ്ഞ് ഒരു 8, 9, 10 വയസ്സുള്ള ഒരു കുഞ്ഞ് അവനൊരു പടം വരച്ചിട്ട് പറയാണ്, ഡാഡി ഇത് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് ഓടി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് നമ്മൾ ഭയങ്കര ടെൻഷൻ പിടിച്ച്, എപ്പോഴാണ് അവിടെ നിന്ന്, ഇപ്പോഴാണ് നീ ഇത് പടം കൊണ്ട് വരുന്നത്, പോക്കി പോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടുകയും ഇവന്റെ ഉള്ളം കരയാൻ തുടങ്ങും. ഈ കൊച്ചു പാവം ഇതിലേക്കൊക്കെ ഇങ്ങനെ നോക്കും. നോക്കിയിട്ട് അവൻ സങ്കടപ്പെട്ട് അങ്ങ് പോകും. പ്രിയപ്പെട്ടവരെ, അംഗീകാരം കിട്ടാത്ത മനസ്സ് ആന്തരിക മുറിവിനെ ക്ഷണിച്ചു വരുത്തും. ആന്തരിക മുറിവിലേക്ക് ഇറങ്ങി അവിടെ പിശാച് പതുക്കെ പതുക്കെ അവനിലേക്ക് ആഴത്തിലേക്ക് വേര് പാകാൻ തുടങ്ങും. മനസ്സിലാവും, ആ വിള്ളലിലേക്ക്. ഇപ്പൊ നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾക്ക് എത്ര സമയം കുറവാണെങ്കിലും കൊച്ചു വരച്ചല്ലോ, മിടുക്കൻ, കൊള്ളാം എന്ന് പറഞ്ഞ് ഇവനൊരു അപ്രീസിയേഷൻ കൊടുത്ത് നോക്കിക്കേ, അവൻ വളരും. ഞാൻ എത്രയോ കുഞ്ഞുങ്ങളെ നമുക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയോ? തകർന്നു പോയ കുട്ടികളെ. തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നാലാമത്തതാണ് ഈ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരില്ലേ, പെട്ടെന്ന് അവർക്ക് പ്രധാനമായിട്ട് അതിന്റെ പുറകിലുള്ള ആന്തരിക മുറിവിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ സമൂഹത്തിലൊക്കെ തിരസ്കരണം ഏറ്റുവാങ്ങിയവരാണെങ്കിൽ, പൊതുസമൂഹം തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ അവർ പൊതുസമൂഹത്തിനെതിരെ കുറച്ച് കഴിയുമ്പോൾ തിരിയും. മനസ്സിലാവുന്നുണ്ടോ? ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവരുടെ പുറകിൽ ചില ക്രിമിനൽ സ്വഭാവം ഉള്ളവരെയൊക്കെ ഞാനൊരു 4-5 ജയിലിൽ കിടന്ന ജയിൽ കൊലപാതകങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് ഈശോ ഇടപെടുത്തി. അത് ഒരാൾ ഇരട്ട കൊലപാതകം ചെയ്ത ആളായിരുന്നു. അപ്പോ അയാൾ യാതൊരു വിധത്തിലുള്ള മനസ്താപം ഇല്ലാതെ എന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ആ കൊലയെക്കുറിച്ചൊക്കെ അയാൾ ഇങ്ങനെ വിവരിച്ചൊക്കെ പറഞ്ഞു തുടങ്ങി. ഞാൻ ആദ്യം അത് വളരെ സ്നേഹത്തോടെ അയാളെ കേട്ടു, അവിടെ അയാളെ അംഗീകരിച്ചു. പക്ഷെ വളരെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൗൺസിലിങ്ങിന്റെ വളരെ ഡീറ്റെയിലേക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഈ മനുഷ്യനോട് അതിന്റെ ആന്തരികമായിട്ടുള്ള മുറിവിലേക്ക്, സങ്കടത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞില്ലേ, നിങ്ങളുടെ വീട്ടിൽ 2-3 മക്കളില്ലേ, വൈകുന്നേരം വീട്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും ഭക്ഷണപ്പൊതി ചെറിയുമ്പോൾ അവർ സന്തോഷത്തോടെ മേടിക്കാറില്ലേ? നമ്മൾ കൊന്നുകളഞ്ഞ 2 മനുഷ്യരില്ലേ അവിടെ, അവരുടെ വീട്ടിൽ ആരാ ഉള്ളതെന്നറിയോ? ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ അങ്ങ് നിലവിട്ട് കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് മാനസാന്തരം ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? ചില ആന്തരിക മുറിവുകൾ ഉണങ്ങിയാലേ, അല്ലാതെ ഇത് മാറത്തില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് സ്നേഹരാഹിത്യമായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്തത് പെട്ടെന്ന് വേഗം പറയാം. നിരാശ എന്ന് പറയുന്ന മേഖലയാണ് അടുത്തതുള്ളത്. നിരാശയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പറയുകയാണ്. ഒന്ന്, ഒറ്റയ്ക്കിരിക്കുന്ന സ്വഭാവം. ഒറ്റയ്ക്കിരിക്കുന്ന ശീലം ഉണ്ടോ? നമുക്ക് നിരാശ എന്ന ആന്തരിക മുറിവുണ്ട്. അപ്പൊ ഒറ്റയ്ക്കിരിക്കുന്നവരെ കണ്ട ഇനി വെറുതെ വിട്ടേക്കരുത്, അവരെ ചേർത്ത് പിടിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ആരുടെയും കൂടെ കൂടാതെ മാറി നിന്ന് തന്നെ പോയി ചോറുണ്ടെന്ന് ഒരു പയ്യനുണ്ടായിരുന്നു. പക്ഷെ എന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ പെട്ടെന്ന് ദേഷ്യം വന്ന പൊട്ടിത്തെറിക്കും. ഞങ്ങളൊക്കെ നോർമലായിട്ട് പെരുമാറുമ്പോ ഇവൻ എപ്പോഴും എല്ലായിടത്തും മാറി നിൽക്കുന്നേ. ഞാൻ ഈ പയ്യനെ പിന്നീട് ഞാൻ ഓർക്കുകയാണ്, എനിക്ക് അന്ന് ഇത്രയൊന്നും ദൈവത്തെ അറിയാനോ പ്രാർത്ഥനയൊന്നും അറിയത്തില്ല. പക്ഷെ ഇവനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ അടുത്ത് ചെല്ലും. എനിക്ക് അങ്ങനെ പണ്ട് തൊട്ടേ അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചെന്ന് വർത്താനമൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഇവന് മനസ്സിലായി, ഇവന്റെ അപ്പൻ എപ്പോഴും ഇവനെ പരിഹസിക്കും, ഭയങ്കരമായിട്ട് പുച്ഛിക്കും. കഴിവില്ലാത്തവൻ, പൊട്ടൻ, അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുഞ്ഞു ഹൃദയം പ്രിയപ്പെട്ടവരെ മുറിഞ്ഞ് അവൻ +2 എത്തിയപ്പോഴത്തേക്കും ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തതാണെന്നൊരു തോന്നൽ വരാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അവൻ തന്നെ പോയി മദ്യം കഴിക്കും, അവൻ തന്നെ പോയി പുകവലിക്കും, അവൻ തന്നെ പോയി എല്ലാ പ്രവൃത്തികളും ചെയ്യും.
ല്ലോ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ ഒന്ന് ബ്രദർ ആദ്യം പറഞ്ഞവരെ ഒന്ന് ചേർത്ത് പിടിച്ച് നോക്കിക്കേ. വീട് പോകുന്നവരെ ഒന്ന് ചേർത്ത് പിടിച്ച് നോക്കിക്കേ. അവര് കത്തും, അവര് നമുക്ക് ചങ്ക് പറിച്ചു തരും, ചങ്ക് പറിച്ച്. Praise the Lord. ഈശോയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ളവരെ, ഈശോയ്ക്ക് ഇഷ്ടമാണ്. ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത്, യെശയ്യാ 53 നമ്മൾ വായിക്കുന്നില്ലേ, അവന്റെ ക്ഷതങ്ങളാൽ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അവന്റെ മുറിവുകളിലേക്ക് നമ്മളെ തന്നെ വെച്ചു കൊടുക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങൾ നമുക്ക് നമ്മുടെ സമയം പര്യവസാനിച്ചു. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. ഇതിന്റെ ഓരോ മേഖലകളുണ്ട്. നിരാശയുടെ മേഖലയുണ്ട്, ഭയത്തിന്റെ ഉണ്ട്, സംശയത്തിന്റെ ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പോകേണ്ട സമയങ്ങൾ നമുക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കേണ്ട ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഈ സമയം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആന്തരിക സൗഖ്യം വേണ്ട മേഖലകളെ തിരിച്ചറിയുവാനും ഞങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ആന്തരിക മുറിവിനെ തിരിച്ചറിഞ്ഞ് സാത്താന്റെ കെണികളെയും വഞ്ചനയെയും നിർവീര്യമാക്കുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. അതുവഴി പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഈശോയെ, ഞങ്ങൾ ധ്യാനങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ അതെല്ലാം ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ, ഈശോയെ ഞങ്ങൾക്ക് അതൊരു കൃപയായി മാറണമെങ്കിൽ സൗഖ്യമുള്ള ഒരു ഹൃദയം കൂടെ ഞങ്ങൾക്ക് വേണമല്ലോ. കർത്താവെ, പൂർണ്ണമായി ഞങ്ങളെ തന്നെ അടിയറ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി.